ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലായിടത്തും നല്ല മഴയൊക്കെ ആവില്ലേ? ഇവിടെ അത് ഭയങ്കര മഴയാണ് കേട്ടോ. നമുക്ക് പിന്നെ റൂമുകളിലൊന്നും അങ്ങനെ ചോറിനൊന്നുമില്ല. അടുക്കളയുടെ വീസനയുടെ ആ ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഒന്ന് ചോറിനുള്ളൂ. പിന്നെ വലിയ റൂമിൽ ചോറിനുണ്ടായിരുന്നു. അതിപ്പോൾ കുറേ മഴ പെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടുക്ക് നമ്മൾ കുക്കറിലുള്ളത് ചെറുപയറാണ് കേട്ടോ. ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കുട്ടികളുടെ പനിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശം മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇന്ന് സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കളർ ഡ്രസ്സാണ് ബുധനാഴ്ച. അവരെ യൂണിഫോം അടിക്കാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാങ്ങിയിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോമാണ് ഇപ്പോൾ ഇട്ട് പോണത് കേട്ടോ. പിന്നെ ഇതാ പുട്ടൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് മറ്റേ ചെറുപയറുണ്ടല്ലോ തൂമിക്കാനും വേണ്ടിയിട്ട് ഉള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടി ഇതായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുട്ടികളപ്പാക്ക് ജോലി ഇല്ല എന്നറിയാം. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് കുറേ അയക്കണം കേട്ടോ. 5 മാസമായിട്ട് അയക്കണം വരുമാനം കിട്ടിയിട്ട്. $100 ആയിക്കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുള്ളൂ. നല്ല പണിയാണ്. വ്ളോഗ് എടുക്കുന്നത് പണിയാണെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട്. പക്ഷേ വ്യൂസ് അത്യാവശ്യം വ്യൂസ് ഉള്ളവർക്ക് മാത്രമാണ് $1 കിട്ടണുള്ളൂ. പിന്നെ RPM പറഞ്ഞ കണക്കൊക്കെ ഉണ്ട്. ആ RPM എല്ലാ വീഡിയോക്കും കുറവാണ് എനിക്ക് കിട്ടുന്നത്, ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ മൂത്തോൾക്ക് മദ്രസ വൈകുന്നേരമാണ് കേട്ടോ. അപ്പം മീൻകാരൻ വന്നിട്ടുണ്ട്. മീൻ മേടിക്കണില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി കുറച്ച് ദിവസമായിട്ടുണ്ടാവുന്ന മേടിച്ചിട്ട്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഇന്നത് കൊടുത്തിട്ടോ. അതുകൊണ്ടാണ് ഏറെ വാങ്ങാതിരുന്നത്. അപ്പം ഇന്ന് പൈസ കൊടുത്ത്. പിന്നെ ചൂട, പിന്നെ വേറെ എന്തോ മീനുണ്ട്. നമ്മൾ ചൂടാണ് വാങ്ങിയത്. എൻ്റെ നാട്ടിൽ ചൂടാന്നാണ് പറയുക. ഈ ഭാഗത്തൊക്കെ വെത്തൽ എന്നാണ് കേട്ടോ പറയുക. പിന്നെ മക്കൾ സ്കൂളിൽ പോകാനും വേണ്ടിയിട്ട് ചായ കുടിക്കാനും വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ്. കളർ ഡ്രസ്സാണെന്ന്. കളർ ഡ്രസ്സ് ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ അത് വെച്ചിട്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ അവർക്ക് ദേഷ്യമാണ് ബുധനാഴ്ച എന്ന് പറഞ്ഞ ദിവസം കേട്ടോ. പിന്നെ അവളെ പുസ്തകങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ്. രണ്ടാമത്തോളൊക്കെ ഞാനാണ് കേട്ടോ അതൊക്കെയൊക്കെ. ഇവളെ തന്നെ ചെയ്യും. ചില ദിവസങ്ങളിൽ രണ്ടാമത്തോളെ അവൾ ചെയ്ത് കൊടുക്കും. പിന്നെ കുട്ടികളൊക്കെയാണ് സ്കൂളിൽ പോണത്, കൊണ്ടാക്കാൻ പോണത് കേട്ടോ. അവളെന്തൊക്കെയോ പറയുന്നുണ്ട്. 10 റുപ്യ ഉണ്ടാകുന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ 10 റുപ്യ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ മുഖത്ത് കാണുന്നത്. ഞാനത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഉപ്പാട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു 5 റുപ്യ ഉണ്ടാ 2 റുപ്യ ഉണ്ടാന്നൊക്കെ. അപ്പോൾ അത് കുട്ടികൾക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അവരങ്ങനെ സ്കൂളിൽ പോയി. ഇപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്നറിയോ? പെട്ടെന്നാണ് പഞ്ചായത്തിൽ നിന്ന് മിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞത്. അന്ന് ഈ മറ്റേ ഇതിനുണ്ടല്ലോ ലൈഫ് മിഷൻ പദ്ധതി, അതിൽ ലിസ്റ്റിൽ പേര് വന്നതായിരുന്നു വീടിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അത് താമസിക്കുന്നിടത്ത് വീടുണ്ടെന്നും പറഞ്ഞിട്ട് റേഷൻ കാർഡിൽ വീടുണ്ടെന്നും പറഞ്ഞിട്ട് ആ വീട് ഒഴിവായി. അത് കിട്ടൂല. അങ്ങനെ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ടോ ഞങ്ങളെ. പിന്നെ ഞാൻ അന്ന് തന്നെ തൊഴിൽ കാർഡിന് ഞങ്ങൾ അന്ന് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു വീടിന്. PMA വഴി കരട് ലിസ്റ്റിൽ വീട് വരില്ല. അപ്പോൾ അതിന് അപേക്ഷിച്ച് പെട്ടെന്നാണ് നമുക്കൊരു വീട് പഞ്ചായത്തിൽ നിന്ന് വന്നത്. ഞങ്ങളെ പേര് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പഞ്ചായത്തിൽ മീറ്റിംഗ് 8-ാം തീയതിയാണ് കേട്ടോ. ഈ വീഡിയോയുടെ അന്ന് കേട്ടോ മീറ്റിംഗ് വെക്കുന്നുണ്ട്. അന്ന് ഗ്രാമസഭ കൂടുന്നുണ്ട്, വെരിഫിക്കേഷൻ ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും 10:30 മണിയാകുമ്പോഴത്തേന് എത്തണം പറഞ്ഞു. അപ്പോൾ അതിനാണ് കേട്ടോ പോണത്. നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഞങ്ങൾ. എന്ന് വെച്ചാൽ വിചാരിക്കാത്തതാണ് കേട്ടോ അത് കിട്ടും. പിന്നെ ഇനിയിപ്പോൾ അന്തിമ ലിസ്റ്റ് വരണം. കരട് ലിസ്റ്റ് പേര് വന്നിട്ടുണ്ട്.
ഓ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർമാരായ അബ്ബാസ് സാറ്, മെഗാ മെമ്പർ, സീനിയർ മെമ്പർമാരായിട്ടുള്ള മുകേഷ് സാറ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് പഞ്ചായത്തിൻ്റെ പേരിലും ഭരണസമിതിയുടെ പേരിലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലും സർക്കാരിൻ്റെ പേരിലും ഈ പരിപാടിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ പദ്ധതിയിൽ അപേക്ഷിച്ചതിനും ഈ പദ്ധതിയിൽ വിശ്വാസം അർപ്പിച്ചതിലും നിങ്ങളോടെല്ലാവരോടും നന്ദി അർപ്പിക്കുന്നു. ഈ പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണത്തിന് വേണ്ടി അപ്പോൾ ഇവിടുന്ന് ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ഗ്രാമസഭ ആരംഭിക്കുന്നു. ഈ പദ്ധതിയിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെ വെരിഫിക്കേഷൻ ആരംഭിക്കുന്നു. അതിനുശേഷം പദ്ധതിയുടെ പട്ടിക അന്തിമ പട്ടികയാക്കുന്നു. അതിനുശേഷം ഫണ്ട് ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഒരു പരിപാടി. അപ്പം അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക ഗ്രാമസഭ വിളിച്ചു ചേർത്ത് ഈ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക ഗ്രാമസഭ നടത്തുകയും ആ ഗ്രാമസഭയിൽ ഇതിലെന്തെങ്കിലും നിങ്ങളിപ്പോൾ അപേക്ഷ സമയത്ത് എന്തെങ്കിലും കമ്പ്യൂട്ടറിലും മൊബൈലിലൊക്കെയാണല്ലോ അപേക്ഷിക്കുന്നത്, അതിലെന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പലരും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചത് അതൊക്കെ വളരെ ചെറിയ ചില മാറ്റങ്ങളാണ്. അതല്ലാതെ അത് ഞങ്ങൾ വരുത്താൻ ഉദ്ദേശിക്കുകയാണ്. അതല്ലാതെ നിങ്ങൾ വീടിനെ സംബന്ധിച്ച് വീട് മോശമാണ്, ചുമരിൻ്റെതാണ്, റൂഫിൻ്റെതാണ്, പിന്നെ വീട്ടിൽ ഇത്ര റൂമാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ റാങ്ക് പട്ടികയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഈ റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ്? ഞങ്ങൾ ആരുമല്ല, അത് കമ്പ്യൂട്ടറാണ് തയ്യാറാക്കിയത്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്? നിങ്ങൾ ഈ ഫോട്ടോ മുകളിൽ 3 ബെഡ്റൂം വരെ എടുക്കാൻ കഴിയും. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അവരെല്ലാവരും പ്രസംഗവും കാര്യങ്ങളും പിന്നെ വെരിഫിക്കേഷനും കഴിഞ്ഞ് ഒപ്പിടലും കഴിഞ്ഞ് എല്ലാ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് പോന്നു കേട്ടോ. തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര മഴയാണ്. പിന്നെ 600 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ പാടില്ല, 600 ഇതിൽ തന്നെ വേണം, അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര നമ്മൾ പഞ്ചായത്തിൽ മുന്നിൽ തന്നെ പറഞ്ഞു മഴ പോയിട്ടാണ് പിന്നെ പോയത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും നല്ല